ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥാപിച്ചതായി തെളിയിക്കാൻ ആധികാരിക രേഖകളൊന്നുമില്ല. എന്നിരുന്നാലും ശക്തൻ തമ്പുരാൻ 1775, 1790 പഴയ കൊച്ചി പ്രവശ്യയിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പള്ളി നിലനിന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ പുരാതന കാലഘട്ടത്തിന്റെ പ്രതിരൂപമായ ഈ പള്ളി 1381 സെപ്റ്റംബർ 8-നാണ് സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പള്ളിക്ക് ചുറ്റും നിരവധി ജനകീയ വിശ്വാസങ്ങളുണ്ട്. 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം രാജാക്കന്മാരും ജന്മിമാരും ഭരിച്ചിരുന്ന നിരവധി പ്രവശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു. കൊരട്ടി കൈമളും കൊടശ്ശേരി കർത്തയുമായിരുന്നു അത്തരത്തിലുള്ള 2 അയൽ ഭൂവുടമകൾ. ഈ 2 ഫ്യൂഡൽ ഫറൂഖന്മാരുടെ പിൻഗാമികൾ ഇപ്പോഴും കൊരട്ടിയിൽ താമസിക്കുന്നു. ഇത് കൊരട്ടി പള്ളിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ വിശ്വാസത്തിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നു. ഫ്യൂഡൽ പ്രഭുവായ കൊരട്ടി കൈമളിന്റെ കീഴിൽ നിരവധി ക്രിസ്ത്യാനികൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. കൈമളും കർത്തയും തമ്മിലുള്ള യുദ്ധത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. കൈമൾ സേനാമേധാവി ശ്രീ കവളക്കാടൻ കൊച്ചുപറീതും മരിച്ചവരിൽ ഒരാളാണ്. അക്കാലത്ത് കത്തോലിക്കക്കാർക്ക് ആ പ്രദേശത്ത് ഒരു പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചുവരീതിന്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും കൈമൾ ചെയ്തു, പൂർണ്ണ സൈനിക ബഹുമതികളോടെയും മതാചാരങ്ങളോടെയും. എന്നാൽ എതിരാളിയായ കോടശ്ശേരി കർത്ത ഇടപെട്ടതിനാൽ അവിടെ സംസ്കാരം നടത്താനായില്ല. ശവസംസ്കാര ഘോഷയാത്ര തിരികെ പോകേണ്ടി വന്നു. ഇതിനിടയിൽ പല്ലക്ക് വാഹകർക്ക് വിശ്രമിക്കേണ്ടി വന്നു. അവർ ശവപ്പെട്ടി താഴെ വെച്ചു. അവർ വീണ്ടും ശവപ്പെട്ടി ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അത് നിലത്ത് ഉറച്ചു നിൽക്കുന്നതും അവർക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. ഇതറിഞ്ഞ കൊരട്ടി കൈമൾ അവിടെ തന്നെ ശവസംസ്കാരത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും തന്റെ ക്രിസ്ത്യൻ പ്രജകളുടെ ക്ഷേമത്തിനായി ഒരു പള്ളി പണിയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്ന് ആ സ്ഥലത്ത് ഒരു കരിങ്കൽ കുരിശ് നിൽക്കുന്നു. പള്ളിയിലെ ആചാരങ്ങൾ നിലനിർത്താൻ കൈമൾ നികുതിയില്ലാതെ ധാരാളം ഭൂമി വിട്ടുകൊടുത്തു. ഈ പള്ളി ക്രമേണ കുരട്ടിമുത്തിയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമെന്നറിയപ്പെട്ടു. മറ്റൊരു ശക്തമായ ജനകീയ വിശ്വാസമാണ് പൂവങ്കുല വഴിപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൊരട്ടിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു കുഗ്രാമമായ മേലൂർ സ്വദേശിയായ കൊരട്ടിമുത്തിയുടെ ഒരു ഭക്തൻ കൊരട്ടിമുത്തിക്ക് സമർപ്പിക്കാൻ ഒരു പ്രത്യേകതരം വാഴക്കുല കൊണ്ടുവരികയായിരുന്നു. ഈ വാഴക്കുലയുമായി വന്ന ഭക്തൻ മുരുങ്ങൂരിലെത്തിയപ്പോൾ അവിടെ ഒരു ധനികനായ കർഷകൻ തന്റെ കൃഷിയിടത്തിൽ തൊഴിലാളികളുമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ഭക്തനോട് കുലയിൽ നിന്ന് 2 വാഴപ്പഴം നൽകാൻ ആവശ്യപ്പെട്ടു. കുല മുഴുവനും കൊരട്ടിമുത്തിക്ക് വഴിപാടായതിനാൽ ഭക്തൻ നിരസിച്ചു. പണക്കാരൻ പ്രകോപിതനായി കുലയിൽ നിന്ന് 2 വാഴപ്പഴം ബലമായി പറിച്ചെടുത്ത് അദ്ദേഹം കഴിച്ചു. പഴം കഴിച്ചതിന് ശേഷം അയാൾക്ക് വയറുവേദന അനുഭവപ്പെട്ടു. എത്ര ചികിത്സിച്ചിട്ടും വയറുവേദന ശമനമില്ലാതെ തുടർന്നു. അത്തരത്തിലുള്ള ഒരു രോഗത്തിൻ്റെയും പ്രത്യക്ഷമായ ഒരു ലക്ഷണവും ഇല്ലെന്ന് അദ്ദേഹം ചെയ്ത തെറ്റിൽ പശ്ചാത്താപിക്കുകയും അതുപോലെ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നും അതുമാത്രമാണ് പ്രതിവിധിയെന്നും ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യന്മാർ പറഞ്ഞു. പണക്കാരൻ തന്റെ തൊഴിലാളികളെ പണിയെടുപ്പിച്ച ഭൂമിയുടെ പകുതി കൊരട്ടിമുത്തിക്ക് വഴിപാടായി വിട്ടുകൊടുത്തു. ഇത് ചെയ്ത ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വയറുവേദന അപ്രത്യക്ഷമായി. കൊരട്ടി അങ്ങാടി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശ്വാസവുമുണ്ട്. കൊരട്ടിമുത്തിയുടെ ഒരു ഉത്സവവേളയിൽ കൊരട്ടി അങ്ങാടിയിൽ സ്റ്റോപ്പ് നൽകാതിരുന്ന ഒരു തീവണ്ടി കൊരട്ടി അങ്ങാടിയിലെത്തിയപ്പോൾ നിലച്ചു. പുനരാരംഭിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. പെരുന്നാളിലെ വെടിക്കെട്ടും താലപ്പൊലിയും കെട്ട് തീവണ്ടിയിലെ യാത്രക്കാർ ഇറങ്ങി പള്ളിയിലെത്തി. കൊരട്ടിമുത്തിയെ ആദരിച്ചു. അവർ തിരിച്ചെത്തിയപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എഞ്ചിൻ വീണ്ടും ജീവനോടെ മുഴങ്ങി. ട്രെയിൻ നീങ്ങി. കൊരട്ടി അങ്ങാടി റെയിൽവേ സ്റ്റേഷൻ രൂപീകരിച്ചതും കൊരട്ടിമുത്തിക്ക് അന്ന് ഉദ്യോഗസ്ഥർ നൽകിയ വഴിപാടായിരുന്നു. എന്നിരുന്നാലും മറ്റൊരു ജനകീയ വിശ്വാസം കൊരട്ടിയിലെ ത്രെഡ് മില്ലിനെ കുറിച്ചാണ്. ഇന്ന് മിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം 2-ാം ലോക മഹായുദ്ധ സമയത്ത് സൈനിക വ്യോമ താവളമാക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ നിരവധി തൊഴിലാളികളെ നിയോഗിച്ചു. കരാറുകാരൻ ഊർജിത ശ്രമങ്ങൾ നടത്തിയിട്ടും പ്രവൃത്തിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കയ്യിലൊരു കുട്ടിയുമായി ഒരു നിഗൂഢ സ്ത്രീ ജോലി മുഴുവൻ തടസ്സപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പണി പുരോഗമിക്കാത്തതിൽ കരാറുകാരൻ അമർഷത്തിലായിരുന്നു. കയ്യിലൊരു കുട്ടിയുമായി ദുരൂഹമായ സ്ത്രീ കൊരട്ടിമുത്തിയാണെന്നാണ് കരുതുന്നത്. കരാറുകാരൻ വെള്ളിയിൽ തീർത്ത പാറയുടെയും മറ്റും പണി ഉപകരണങ്ങളുടെയും മാതൃകകൾ ഉണ്ടാക്കി കൊരട്ടിമുത്തിയുടെ കാൽക്കൽ വഴിപാടായി വെച്ചു. തുടർന്ന് വൻ ഘോഷയാത്ര. ഈ ഘോഷയാത്രയും വഴിപാടുകളും കണ്ട സാക്ഷികൾ ധാരാളമുണ്ട്. ഒടുവിൽ സൈനിക വ്യോമത്താവളം നിർമ്മിക്കുവാനുള്ള പദ്ധതി കരാറുകാരൻ ഉപേക്ഷിച്ച് അതിന്റെ സ്ഥാനത്ത് ജുംന ത്രെഡ് മിൽ വന്നു. കൊരട്ടിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് തൊഴിൽ നൽകി. പിന്നീടുള്ള വർഷങ്ങളിൽ കമ്പനി പൂട്ടുകയും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറക്കുകയും ചെയ്തു. കൊരട്ടിമുത്തിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണിതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കൊരട്ടിമുത്തിയുടെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചതിന് 100 കണക്കിന് ഭക്തർ സാക്ഷ്യം വഹിക്കുന്നു. സ്വർഗീയ മാതാവിന്റെ അനുഗ്രഹം തേടി വർഷം മുഴുവനും ആളുകൾ കൂട്ടമായി തടിച്ചുകൂടുന്നു.
പ്രധാന കവാടത്തിൽ നിന്ന് പ്രധാന ആൾത്താരയിലേക്ക് ഭക്തർ മുട്ടുകുത്തി കഴിയുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുട്ടികളുണ്ടാകുന്നത്, സുരക്ഷിതമായ പ്രസവം, മാനസിക സന്തോഷം, ജോലിയും പാർപ്പിടവും തുടങ്ങി കൊരട്ടിമുത്തിയുടെ അത്ഭുതങ്ങൾക്ക് പലരും സാക്ഷ്യം വഹിക്കുന്നു. നവദമ്പതികൾ പ്രത്യേകിച്ച് സന്തോഷകരമായ ദാമ്പത്യത്തിനായി കൊരട്ടിമുത്തിയുടെ അനുഗ്രഹം തേടാൻ ശ്രീകോവിൽ സന്ദർശിക്കുന്നു. കൊരട്ടിമുത്തിക്ക് മുന്നിൽ ഈറനണിഞ്ഞ കണ്ണുകളും പ്രാർത്ഥനകളുമായി തീർത്ഥാടകർ തിങ്ങി നിറയുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ്.